മണലൂർ കാരമുക്ക് ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 24 ആരംഭിച്ച് മാർച്ച് 2 അവസാനിക്കും. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവം വിവിധയിനം കലാപരിപാടികളും എല്ലാ ദിവസവും വൈകിട്ട് 10 മണിക്ക് ശേഷം തോൽപ്പാവക്കൂത്തും അരങ്ങേറും. ഉത്സവ ദിവസം 5 ആനകളോടുകൂടി എഴുന്നള്ളിപ്പ്, പ്രസാദോട്ട്, രാമായണ കഥയുടെ അവസാന ഇനമായ ശ്രീരാമ പട്ടാഭിഷേകം, പാവക്കൂത്തും നടക്കും. അപൂർവം ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഈ തോൽപ്പാവക്കൂത്ത് അതിവിശേഷമാണ്. ദേവീക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം രാമരാവണ യുദ്ധവും രാവണവധവും ദ്വാരികവധവും ഒരേ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവി ദ്വാരികൻ എന്നൊരു അസുരനെ നിഗ്രഹിച്ചു വന്ന് തൻ്റെ പിതാവായ പരമശിവൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, അച്ഛാ, ഞാൻ ദ്വാരികൻ എന്നൊരു അസുരനെ നിഗ്രഹിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പരമശിവൻ, അച്ഛനായ പരമശിവൻ പറയുകയാണ്, മകളെ, അതൊന്നും വലിയൊരു യുദ്ധമല്ല, അതിനേക്കാളും വലിയൊരു യുദ്ധമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതാണ് രാമരാവണ യുദ്ധം, രാവണവധം എന്ന് പറഞ്ഞു. അതെനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ യഥാസ്ഥാനത്ത് ചെന്ന് പോയിരിക്കുക, ഞാൻ നിനക്ക് നിഴൽ നാടക രൂപമായി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലും എല്ലാ ദേവീക്ഷേത്രങ്ങളിലും, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ 3 ജില്ലകളിലാണ് ഈ തോൽപ്പാവക്കൂത്ത് ദേവീക്ഷേത്രങ്ങൾ പ്രധാനമായും നടത്തി വരുന്നത്.